എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ വീടും കൂടെയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളൊരു നിയമം ഉള്ളതുകൊണ്ട് ഒരുപാട് ആക്സിഡൻറ്റുകൾ ഇവിടെ കുറയും. കാരണം പറ്റും 24 hours ആണ്. ഹായ് ഗൈസ്, നമസ്കാരം, വിഷ്ണു ആണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഫുൾ വീഡിയോ കാണിക്കാമോ എന്ന്. അത്യാവശ്യം റോഡ് സൈഡാണ്, അതുകൊണ്ടാണ് സൗണ്ട് കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇത് നമ്മുടെ കണ്ടെയ്നറാണ്. നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് നമുക്ക് കണ്ടെയ്നറിൻ്റെ ലോക്ക് വരുന്നതാണ്. ഈ ഒരു സിസ്റ്റം ഇതിന് ലോക്കാണ്. പിന്നെ ഇത് ഡീസൽ ടാങ്ക്. ഇത് നമ്മളെപ്പോഴും കണ്ടെയ്നർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് കാണുന്ന കണ്ടെയ്നർ ആയിരിക്കത്തില്ല നാളെ. ഇത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ലോക്കാണ്. അത്യാവശ്യം കണ്ടെയ്നറിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഇത് ബാക്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കണ്ടെയ്നറിനകത്ത് ലോഡുണ്ട്, അതുകൊണ്ട് ഇത് സീലാണ്. ഇത് നമ്മൾ കമ്പനി, അതായത് നമ്മുടെ കമ്പനി, അതായത് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് കാർഗോ 24 CLDN എന്ന് പറയുന്ന കമ്പനിയിലാണ്. അപ്പം CLDNൻ്റെ കമ്പനി നമുക്ക് തന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടെയ്നർ ലോക്ക് രാത്രി എവിടെയെങ്കിലുമൊക്കെ പാർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിട്ട് വെക്കും. ഒരു സേഫ്റ്റിക്കാണ്. ഇത് മുറിക്കാനും വലിയ പാടൊന്നുമില്ല. പിന്നെ ഇത് കുറച്ച് എഴുത്തും കുത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ കമ്പനിയുടെ പേര് അതിൻ്റെയാണ് C. ഏറ്റവും മുകളിൽ കാണുന്നത് CLDU എന്ന് പറയുന്നത് അത് കണ്ടെയ്നർ നമ്പറാണ്. 971189 എന്നുള്ളത് കണ്ടെയ്നർ നമ്പറാണ്. പിന്നെ അതുപോലെ തന്നെ കണ്ടെയ്നറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഗ്രോസ് വെയിറ്റ്, അതുപോലെ തന്നെ കണ്ടെയ്നർ വെയിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിലിപ്പോൾ കണ്ടെയ്നർ വെയിറ്റ്, അതായത് എംറ്റി കണ്ടെയ്നറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഇതാണ്. അതായത് ടാറ എന്ന് പറയുന്നത് 4350. അതാണ് എംറ്റി കണ്ടെയ്നറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക്. എല്ലാവരും ചോദിക്കുന്നതാണ്, പക്ഷെ നമുക്കൊരു എടുക്കാനായിട്ടുള്ള ഒരു ടൈമോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇത് നമ്മുടെ വണ്ടിയുടെ ലാൻഡിങ് ഗിയർ എന്ന് പറയുന്ന സാധനമാണ്. അല്ലേ, സാധനം നമ്മളിങ്ങനെ കറക്കി താഴോട്ടാക്കും. ചില നേരത്തൊക്കെ പൊക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. എന്നാലും നമ്മൾ ഇത് പിന്നെ നമ്മുടെ സെപ്പറേറ്റ് വരുന്ന ഡീസൽ ടാങ്കാണ്. ഇത് പിന്നെ നമ്മുടെ വാട്ടർ ക്യാനാണ് നമ്മുടെ വെള്ളത്തിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ ഇവിടെ മിറർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഫ്രണ്ട് കാണാനായിട്ട് സെപ്പറേറ്റ് ഒരു മിറർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ആർട്ട് ബ്ലൂ. പിന്നെ എല്ലാവരും നമ്മുടെ വണ്ടിയുടെ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ വീടും കൂടെയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം. ഇത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഭാഗവും കാര്യങ്ങളും അതും ഇതൊക്കെയാണ്. അകത്തെ എൻജിനും വരുന്നു. പിന്നെ ഇവിടെ വാട്ടർ, നമ്മുടെ വൈപ്പറിൻ്റെ വാട്ടർ കാര്യങ്ങൾ അതെല്ലാം ഒഴിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുണിയൊക്കെ അലക്കിയിട്ട് ഉണക്കാൻ കൊണ്ടിരുന്ന അയയാണിത്. ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് നമ്മൾ ഉണക്കാനായിട്ട് വെക്കും. അങ്ങനെയാണിത്. പിന്നെ നമുക്കിപ്പോൾ സപ്പോസ് ഗ്ലാസ് കാര്യങ്ങളെ കഴിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇതുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ താക്കാൻ പറ്റും. ഇത് അത്യാവശ്യം ഇരുമ്പിൻ്റെ സാധനമുണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നമുക്കിങ്ങനെ മുകളിൽ കയറുന്ന ഇതേ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ പറ്റും. പിന്നെ ഹെഡ്ലൈറ്റ്, ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോഗ് ലാമ്പിൽ ഇത് എപ്പോഴും വർക്ക് ചെയ്തിരിക്കുന്നതാണ്, 24 hours ആണ്. പിന്നെ വരുന്നത് രണ്ട്, അതായത് സൈഡിൽ ബോക്സുകളുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. ഇത് സൈഡിലത്തെ ഒരെണ്ണമാണ്. ഇതിൽ നമ്മൾ അത്യാവശ്യം നമ്മുടെ വണ്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത്. പിന്നെ ഈ ഒരു ബോക്സ് ഇത് നമ്മൾ അകത്തുനിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ട് സൈഡിലും ഇതുപോലെ ഉണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ സ്റ്റെപ്പുകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ അകത്തുനിന്നുള്ള ഒരു ലുക്ക്. ഇത് വണ്ടി എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ ഡ്രൈവർമാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് നമ്മുടെ വീടാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഇതിൻ്റെ അകത്താണ് സ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ വരുന്ന ഏറ്റവും കൂടുതൽ സമയങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ വീടാണ്. അപ്പോൾ ഒരു വീടെന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മുടെ സീറ്റ്, സ്റ്റിയറിങ് അത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. നമ്മുടെ എങ്ങനെയാണോ നമ്മൾ ഇരിക്കുന്നത് അതിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, നമുക്ക് കാല് വെച്ചാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം. അത് വെച്ച് ഇത് കണ്ടില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊക്കോ ഒക്കെ ചെയ്യാം. നമ്മളിനി 2 ദിവസത്തേക്ക്, അതായത് 45 hours റെസ്റ്റ് ആയത് കാരണം തന്നെ നമുക്കിത് പൊക്കി വെച്ചേക്കുന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. പിന്നെ ഇവിടെ നമ്മുടെ ടാക്കോ മെഷീൻ. ശരിക്കും ഈ ഒരു സാധനം
നമുക്കിവിടെ മാത്രമല്ല നാട്ടിലും വരണം, എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആക്സിഡന്റുകളും കാര്യങ്ങളൊക്കെ കുറയുമെന്ന് പറയാൻ പറ്റും. കാരണം ഈ ഒരു ടാക്കോ മെഷീൻ ഉള്ളത് കാരണം തന്നെയാണ് യൂറോപ്പിൽ ആൾക്കാർ പട്ടിപ്പണിയെടുക്കാത്തത്. അതായത് 9 മണിക്കൂറിൽ കൂടുതൽ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു നിയമം ഉള്ളതുകൊണ്ട് ഒരുപാട് ആക്സിഡന്റുകൾ ഇവിടെ കുറയും. കാരണം നമ്മൾ കണ്ടിന്യൂസ് ഒരിക്കലും 9 മണിക്കൂർ ഓടിക്കുന്നില്ല. ഒരു 4.5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് റെസ്റ്റ് ഉണ്ട്, 45 മിനിറ്റ്സ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഒരു റൂള് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ വണ്ടി ഓടിയുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പം സുഖമാണെന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ കുറച്ച് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ കാർഡ് ഹോൾഡറാണ്, നമ്മുടെ കാർഡുകൾ വെക്കാം. ഇതെൻ്റെ TRC കാർഡാണ്. അതുപോലെ തന്നെ നമ്മുടെ കാർഗോ കാർഡ്, നമുക്ക് പോർട്ടിൽ ഉപയോഗിക്കേണ്ട കാർഗോ കാർഡാണ്. പിന്നെ നമുക്കപ്പം പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം വണ്ടിയുടെ സ്വിച്ചുകളാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുള്ള അത്രയ്ക്കൊരു അറിവ് എനിക്ക് വണ്ടീനെ പറ്റിയില്ല. എന്നാലും നിങ്ങൾ ജസ്റ്റ് കാണിക്കുക എന്നുള്ളവരാണ് മെയിനായിട്ട്. പിന്നെ നമ്മുടെ സ്റ്റീരിയോ കൺട്രോൾ ഉണ്ട്. പിന്നെ ഇതെല്ലാം നമ്മുടെ മൊബൈൽ ഹോൾഡേഴ്സാണ്. അവിടെ ഒരു ഹോൾഡർ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇത് രണ്ടും എൻ്റെ പേഴ്സണൽ ഫോണാണ്. ഇത് കമ്പനി ഫോണാണ്. നമ്മൾ കമ്പനി ഫോൺ എപ്പോഴും ഇവിടെ യൂസ് ചെയ്യും. കാരണം കമ്പനി ഫോണിൽ നമുക്ക് മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വന്ന് അറിയണം. കമ്പനി ഫോണാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ കമ്പനി ടാബാണ്. ഇതിലാണ് നമ്മുടെ GPS കാര്യങ്ങളും നമ്മുടെ ഓർഡറും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇത് നമ്മുടെ 24 hours ഒരു സർവൈലൻസ് ക്യാമറയുണ്ട് നമ്മുടെ വണ്ടിക്ക് ഫ്രണ്ടിലും സൈഡിലുമായിട്ട്. അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഇത് നമുക്ക് നമ്മുടെ ഓഫീസിൽ ലിത്വാനിയയിലെ ഓഫീസിൽ അവർക്കിത് കാണാൻ പറ്റും. 24 hours ആണ്. നമ്മുടെ മിറേഴ്സിൻ്റെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമായിരിക്കും. ഇത് മിറേഴ്സിൻ്റെ മേളിൽ, പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ, പിന്നെ അതുപോലെ ഈ സൈഡിലും ഉണ്ടല്ലേ മുകളിൽ ക്യാമറ. അങ്ങനെ 4 ക്യാമറകളുണ്ട്. ഇത്രയാണ് നമ്മുടെ വണ്ടിയുടെ വണ്ടി എന്നുള്ള രീതിയിൽ വരുന്നത്. ഈ പറയുന്നത് നമ്മുടെ ഒരു വീട് എന്ന രീതിയിൽ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ വരുന്നത്. ക്ഷമിക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ടോളും കാര്യങ്ങൾക്കൊക്കെ ഉള്ളതാണ്. ഇത് ടോളിൻ്റെ ഇത് അടിക്കുക CRT എന്ന് പറയുന്ന മെഷീനാണ്. അതുപോലെ തന്നെ ഇത് ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഒരു വീടെന്നുള്ള രീതിയിൽ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് മുകളിൽ ഒരു സാധനങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ബോക്സുകൾ 3 എണ്ണമാണുള്ളത്. 1, 2, 3. പിന്നെ ഒരു 2 സബ് ബോക്സും ഉണ്ട്. ഇതിൽ നമ്മൾ അത്യാവശ്യം വണ്ടിയുടെ കാര്യങ്ങളും ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഇതെൻ്റെ ഒരു കാക്കി ഷർട്ടാണ്. പിന്നെ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണ്. ഇത് പിന്നെ നമ്മുടെ ഹെൽമെറ്റ് നമ്മൾ കമ്പനിയിൽ, അതായത് പോർട്ടിലൊക്കെ കയറുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മുടെ സേഫ്റ്റി ഗ്ലാസ് ആണ്. പിന്നെ ഇതുപോലെ തന്നെ ഇത് നമ്മൾ പുറകിൽ ഉപയോഗിക്കുന്ന ലോക്കാണ്, അതായത് കണ്ടെയ്നർ ലോക്കാണ്. ചില കമ്പനികളിൽ നമുക്ക് കമ്പനിയിൽ നിന്ന് ലോക്ക് തരാതെ വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ലോക്കുകൾ ഉപയോഗിക്കും. ഓരോ ലോക്കിനും നമ്പറുകളുണ്ട്. ഈ നമ്പർ നമ്മൾ നമ്മൾ മെസ്സേജ് ചെയ്യും. പിന്നെ ഈ ലോക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഒന്നതും പിന്നെ നമ്മളിപ്പോൾ ഇട്ട് വെച്ചിരിക്കുന്നത് ഇത് വേറൊരു ടൈപ്പ് ലോക്കാണ്. ജസ്റ്റ് ഞങ്ങൾ കാണിച്ചു തരാം. ഇതുണ്ടത് ലോക്കുകളാണ്. ഇത് നമ്മൾ ചില കമ്പനികളിൽ ചെല്ലുമ്പം നമുക്ക് കിട്ടത്തില്ല. അതുപോലെ നമുക്ക് പല അൺലോഡിങ് പോയിന്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ അവർ തരത്തില്ല. ഇതുണ്ടല്ലേ, ഇത് കുറേ ടൈപ്പ് ഉണ്ട്. ഓരോ ടൈപ്പ് ലോക്കും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബൾബുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൊബൈൽ ടാബിൻ്റെ ഇത്, പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്, കാര്യങ്ങൾ, പിന്നെ കുറച്ച് കേബിൾ ടൈ ഉണ്ട്. ഇതെല്ലാം പിന്നെ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാമാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഓൺലി വണ്ടിയുടെ സാധനങ്ങളാണ്. പിന്നെ വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ സാധനങ്ങൾ വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ അത്യാവശ്യം സ്പ്രേ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ അച്ചാറുകൾ, പിന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ, അതായത് നമ്മുടെ ആവശ്യങ്ങളുള്ള സാധനങ്ങൾ. പിന്നെ ഇതെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മെഡിക്കൽ കിറ്റാണ്. ഇതൊക്കെ നാട്ടിൽ നിന്ന് നിങ്ങൾ ഡ്രൈവേഴ്സ് വരുമ്പോൾ പ്രത്യേകം മറക്കാതെ കൊണ്ടുവരേണ്ട ഒരു സാധനമാണ്. ഇതുപോലെ ഒരു ബോക്സ്. ഇതിനകത്ത് അത്യാവശ്യം ബാൻഡേഡ്, പിന്നെ ചുമക്കുള്ള മരുന്ന്, വയറിളക്കത്തിനുള്ള, വയറുവേദനയ്ക്കുള്ള, ഇതുപോലെ മരുന്നുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതെല്ലാം വൈഫ് റെഡിയാക്കി തന്ന ബോക്സാണ്. പിന്നെ നമ്മുടെ പഞ്ചസാര കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇപ്പം ഒരു ബോക്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ബ്രെഡ്, അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തികളൊക്കെ നമ്മൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്യും. ചിലപ്പോൾ ഇത് 1 ആഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്കുള്ളൊക്കെയാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ എപ്പോഴാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ ബോക്സിലും ഇതുപോലെ ലൈറ്റുകളുണ്ട്. അപ്പോൾ രാത്രിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്നാക്സ് ആണ്. 4 മണിക്കും രാവിലെയൊക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. പിന്നെ ഇത് നമ്മൾ മിക്ക കമ്പനിയിലും പോകുമ്പോൾ നമുക്ക് പോർട്ടിലൊക്കെ പോകുമ്പോഴൊക്കെയാണല്ലോ ഓരോ പേപ്പറും കാര്യങ്ങളൊക്കെ തരും. പിന്നെ അത് പോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യം വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളിത് പിന്നെ ഉപയോഗിക്കത്തില്ല. പക്ഷേ നമ്മളിത് കളയത്തില്ല. ഒരു 1 മന്തൊക്കെ ഇത് കീപ്പ് ചെയ്ത് വെക്കും. പിന്നെ അതുപോലെ ചില ടൈമിൽ നമ്മൾ empty കണ്ടെയ്നറുമായിട്ട് പോകുമ്പോൾ നമ്മൾ CMR എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ എഴുതും. അത് പിന്നീട് അതായത് empty ആയിട്ട് പോകുന്നതിന് നമുക്ക് പിന്നെ ആവശ്യം വരത്തില്ല. ഇത് ഒരു എക്സാമ്പിളാണ്. ഇത് empty നമ്മൾ കൊണ്ടുപോയ ഒരു CMRൻ്റെ ഇതാണ്. ഇതിൽ നമ്മൾ കണ്ടെയ്നർ എവിടെ നിന്ന് എടുത്തു, എവിടെ വരെയാണ് പോകുന്നത്, പിന്നെ അത് കണ്ടെയ്നറിൻ്റെ വെയിറ്റ്, പിന്നെ റെഫറൻസ് നമ്പർ കാര്യങ്ങൾ ഇതെല്ലാം മെൻഷൻ ചെയ്യും. അതിങ്ങനെയുള്ളതാണ് CMR എന്ന് പറയുന്നത്. അതൊന്നും വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. ഇതൊക്കെ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത്.
പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇതിൽ നമ്മൾ CMR കാര്യങ്ങൾ, കൂടുതൽ CMR കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ കമ്പനി സീലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോർട്ടിലൊക്കെ കയറുമ്പോൾ ഉപയോഗിക്കുന്ന കാർഡാണിത്. ഇതിൽ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ ഓരോ കണ്ടെയ്നർ എടുക്കാൻ പോകുന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്ന കാർഡാണ്. പിന്നെ ഇതെല്ലാം നമ്മുടെ ATM കാർഡുകളാണ്. ATM കാർഡിൽ നമ്മൾ ഓരോ ടൈമിൽ ഡീസൽ അടിക്കേണ്ടത് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കാണും. അതുപോലെ തന്നെ നമ്മുടെ കീ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ താഴെ കുറച്ച് ഫയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമ്മുടെ ഡയറി നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നു. പിന്നെ അതുപോലെ നമ്മുടെ കമ്പനിയുടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ എല്ലാമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ചാർജിങ് പോർട്ടുകളുണ്ട്. 24-ൻ്റെ ഉണ്ട്, 12-ൻ്റെ ഉണ്ട്. ഇത് നമ്മൾ ഇവിടുന്ന് മേടിച്ചതാണ്, നാട്ടിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇതൊരു നല്ല യൂസുള്ള സാധനമാണ്. ഇത് 24-220 കൺവേർട്ടറാണ്. ഇത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലൊക്കെ അത്യാവശ്യം ലൈഫ് കിട്ടും. നമുക്ക് ചാർജിങ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലതാണ്. ഇത് പിന്നെ ഒരു ചന്ദനത്തിരി അല്ല, സോറി, ക്യാൻഡിലാണ്. ഇത് പിന്നെ സ്മെല്ലിന് വേണ്ടി വെക്കുന്ന 2 ഇതാണ്. സ്പ്രേക്കകത്ത് ഞാൻ വെച്ചിരുന്നതാണ്, വണ്ടിക്കകത്ത് ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി. ഇത്രയാണ് നമ്മുടെ ഡാഷ്ബോർഡിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഒരു വേസ്റ്റ് ബിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതെല്ലാം വെള്ളം പിടിച്ച് വെക്കുന്ന കുപ്പികളാണ്. നമുക്ക് വെള്ളം അമൂല്യമാണ്. നമ്മൾ കുടിവെള്ളത്തിൻ്റെ ആണ്, നമ്മൾ പുറത്ത് ഓൾറെഡി കണ്ടു. അതുപോലെ തന്നെ ഇത് 20 ലിറ്ററാണ്. പിന്നെ നമ്മുടെ ചെറിയൊരു ഗ്യാസ് സ്റ്റവ് ആണ്, കുക്കിംഗ് കാര്യങ്ങൾ. ഇത് ഇന്നലെ വെച്ച കറിയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ സാധനങ്ങളൊക്കെ അത്യാവശ്യം പച്ചക്കറികൾ, അതുപോലെ പൊടി ഐറ്റംസ് ഒക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫ്രിഡ്ജാണ്, അത്യാവശ്യം മെനയില്ലാതെ ഇരിക്കുന്നത്. തുറന്ന് കാണിക്കാന്നുണ്ടല്ലേ, നമ്മുടെ ഫ്രിഡ്ജ് ഐറ്റംസ് ആണ്. ഫ്രിഡ്ജാണ് ഇതിൻ്റെ അകത്ത് ഐറ്റംസ് നമ്മൾ വെക്കുന്നതാണ്. പിന്നെ ഈ സീറ്റെല്ലാം നമ്മൾ അഡ്ജസ്റ്റബിൾ ആണ്, പേടിക്കേണ്ട. ഇത് സീറ്റിലുള്ളതല്ല, ഇതിൻ്റെ തലവണ്ണയാണ്. അപ്പോൾ ഇതൊരു ബെഡാണ്, ഫോൾഡബിൾ ബെഡാണ്. നമ്മൾ കിടന്നു കഴിഞ്ഞിട്ട് ഇത് നേരെ മടക്കി വെക്കും. അതുപോലെ തന്നെ മേളിലൊരു ബെഡുണ്ട്. ഇവിടെ നമ്മൾ സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്, നമ്മുടെ പെട്ടി സാധനങ്ങളൊക്കെ വെച്ചുമാണ്. അങ്ങനെയാണിത്. പിന്നെ ഈ സൈഡിൽ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ബോക്സ് ഉണ്ട്. ഇതാണ് ശരിക്കും നമ്മുടെ വീടെന്ന് പറയുന്നത്. കാരണം നമ്മൾ എല്ലാ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെയാണ് വെക്കുന്നത്. പിന്നെ ഇവിടെ ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിളാണ് ഈ സ്ഥലം. ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ടേബിളുണ്ട്, കണ്ടില്ലേ. ഇവിടെ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കും. അത് കഴിയുമ്പോഴത്തേനും ഇതെടുത്ത് നേരെ ഫോൾഡ് ചെയ്ത് വെക്കും. നമ്മുടെ CD മൂസയ്ക്കകത്ത് വണ്ടി കാണിക്കത്തില്ലേ, അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന പോലെ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഇവിടെയാണ്. മറ്റേ അവിടെ ഇരിക്കുന്ന ക്യാന് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇവിടെ ഇതിനോട് ചേർത്ത് തന്നെ ഇപ്പുറത്തെ സൈഡിൽ വെക്കും. അങ്ങനെയാണ്. ഇത് നമ്മൾ എമർജൻസി യൂസ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഈ ചെറിയ അതായത് നമുക്കുള്ള ചായ രാവിലെയൊക്കെ ഇടാനായിട്ട് മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ കിച്ചണിൽ ഈ തുണി നമ്മളിങ്ങനെ ജസ്റ്റ് കവർ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിളയ്ക്കാതെ ഇരിക്കാനായിട്ട് വെക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ റബ്ബറിൻ്റെ ഇതാണ്, നമ്മൾ ചൂടായ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട്. കാരണം നമുക്ക് എന്തെങ്കിലും സന്ദർഭങ്ങളിൽ ചൂട് സാധനങ്ങൾ എടുത്ത് വെച്ച് ഇതെല്ലാം പ്ലാസ്റ്റിക് ഇതൊക്കെ ഉരുക്കി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മളതുപോലെ തന്നെ 2 തടി കൂട്ടി യോജിപ്പിച്ച് വെച്ചാണ് ഇതിങ്ങനെ ജസ്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ചൂട് സാധനങ്ങൾ വെക്കാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതെവിടെ ഇരിക്കട്ടെ. അങ്ങനെയാണിത്. പിന്നെ ഇവിടെ നമ്മളെ സൈഡിൽ നിന്ന് കണ്ട ബോക്സാണ്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ അടുക്കള. ഇതാണ് നമ്മുടെ ഫോൾഡബിൾ അടുക്കള എന്ന് പറയാം. ഇതിനകത്ത് നമ്മുടെ അത്യാവശ്യം പൊടി അതുപോലെ ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്താണ് വെക്കുന്നത്. ഇതുപോലെ തന്നെ ഈ സൈഡിലും ബോക്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ഐറ്റംസ് ആണ്. വണ്ടിയുടെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് വെക്കുന്നത്. നമുക്ക് എക്സ്ട്രാ വേണ്ടി വരുന്ന ഐറ്റംസ് ഫുള്ള് വണ്ടിയുടെ മെക്കാനിക്കൽ പരമായിട്ടുള്ള പണികൾ നമുക്കറിയത്തില്ലെങ്കിലും അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് പടുത വണ്ടി അല്ലെങ്കിൽ കർട്ടൻ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ബെൽറ്റ് അടിക്കേണ്ടി വരും. ആ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ലുക്ക് അകത്തുനിന്നുള്ളത്. ജസ്റ്റ് അങ്ങനെ ഇവിടുന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഇതാണ് നമ്മുടെ അടുക്കള എന്ന് പറയുന്നത്, നമ്മുടെ വീടെന്ന് പറയുന്നത്. ടോയ്ലറ്റ് മാത്രമല്ല, ബാക്കി ഫുള്ള് നമ്മൾ ഇതിൻ്റെ അകത്താണ്. കാരണം നമ്മൾ ഏകദേശം 4 മാസം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ബേസിൽ പോകുന്നത്, അല്ലെങ്കിൽ 8 മാസം കഴിഞ്ഞായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് മെയിനായിട്ട്. ഈ സീറ്റ് ഫോൾഡബിൾ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം. ആവശ്യമില്ലാത്തപ്പം അതിന് ഇതാക്കി വെക്കാം. ഇതുണ്ടല്ലേ, ഇതിൻ്റെ മുകളിൽ ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കിടക്കാനായിട്ടുള്ള സജ്ജീകരണമാണ്. അതാണ് ഡബിൾ ബർത്ത്, അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ സാധനങ്ങൾ വെക്കാൻ നമുക്ക് വേറെ സ്റ്റോറേജ് സ്പേസ് ഒന്നുമില്ല. ചില വണ്ടികൾക്കൊക്കെ സൈഡിൽ, അതായത് നമ്മുടെ ട്രെയിലറിൻ്റെ, അതായത് നമ്മൾ ഇതിനെ ട്രക്ക് എന്ന്, അതായത് നമ്മുടെ ഫ്രണ്ടിനെ ട്രക്ക് എന്നും ബാക്കിനെ ട്രെയിലർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ട്രെയിലറിൽ ചിലവർക്ക്
പെല്ലറ്റ് ബോക്സ് എന്ന് പറയുന്ന ബോക്സ് ഉണ്ട്. അതായത് പെല്ലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അടിയിൽ വെക്കുന്ന തടി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫൈബർ എന്താണോ ആ ഒരു സാധനത്തിന് പറയുന്ന പേരാണ് പെല്ലറ്റ്. ഡ്രൈവർമാർക്കൊക്കെ അറിയാം. അപ്പോൾ ആ പെല്ലറ്റ് വെക്കാനായിട്ട് അത് ചില സമയങ്ങളിൽ നമ്മൾ വണ്ടിയിൽ തന്നെ പെല്ലറ്റ് കീപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പെല്ലറ്റ് ബോക്സ്. അപ്പം അതിൻ്റെ അകത്ത് ചിലർ പെല്ലറ്റ് ആവശ്യം വരത്തില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ അത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ കിടക്കുന്ന വെള്ള വണ്ടിയുണ്ട്, അതിൻ്റെ അടിയിൽ ഒരു റെഡ് പെട്ടി പോലെ ഇവിടുന്ന് നോക്കിയാൽ കാണാമോ എന്ന് എനിക്കറിയത്തില്ല. അതാണ് ശരിക്കും പെല്ലറ്റ് ബോക്സ്. ഇല്ല, ഒരു മിനിറ്റ് ഇപ്പം തന്നെ കാണിക്കാമല്ലോ. ഇതുണ്ടോ, ഈ വണ്ടിയുടെ അടിയിൽ നീല സാധനം കണ്ടോ, അതാണ് പെല്ലറ്റ് ബോക്സ്. കട്ടൻ വണ്ടികൾക്കെല്ലാം പെല്ലറ്റ് ബോക്സ് വേണം. പെല്ലറ്റ് ആവശ്യം വരുമ്പോൾ അതിൻ്റെ അകത്തും സാധനങ്ങൾ വെക്കാം. നമ്മുടെ വണ്ടിയുടെ അടുത്ത് കിടക്കുന്ന ഇതാണ് കട്ടൻ വണ്ടി. ഇതെല്ലാം കർട്ടൻ്റെ ക്ലിപ്പുകളും കാര്യങ്ങളും. ഈ കർട്ടൻ വലിക്കണം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടേത് കണ്ടെയ്നർ, ഇത് കർട്ടൻ. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കണ്ടില്ലേ, ഇപ്പറേ കർട്ടൻ, അപ്പുറേ കിടക്കുന്നത് നമ്മുടേത് കണ്ടെയ്നർ, അപ്പുറേ കിടക്കുന്നത് കർട്ടൻ വണ്ടി. ഇത് ലോഡർ വണ്ടി, ലോഡാണെന്ന് തോന്നുന്നു, ലോഡാണ്. അതുകൊണ്ടാണ് ഇത് കണ്ടില്ലേ, ഈ സാധനം സേഫ്റ്റിക്ക് വേണ്ടി ഇട്ട് വെക്കുന്നതാണ്. നമ്മൾ പുറകിൽ സീല് കാണിച്ചില്ല, അതുപോലെയുള്ള സീലാണിത്. ഓരോന്നിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കയറ്റി ഇടണം. ഇതിന് അത്യാവശ്യം പണിയുണ്ട്. കർട്ടൻ വണ്ടിയെ പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ പണിയുണ്ട്. നമ്മുടെ വണ്ടിയെ പണിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണിയില്ല എന്ന് പറയാം. പിന്നെ ഇതൊക്കെ നമ്മൾ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ വണ്ടിപ്രാന്തന്മാരെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളിങ്ങനെ വെക്കുമല്ലോ. ഇത് പിന്നെ നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടി വെച്ചതാണ്. ക്യാമറ വെക്കേണ്ട ആവശ്യം വന്നില്ല. പിന്നെ എല്ലാവരും ചോദിക്കും വണ്ടി ഓടിക്കുമ്പം ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ എടുക്കുന്നതൊക്കെ ഫോണിൽ എടുക്കുന്നത് റിസ്ക് അല്ലേ എന്നൊക്കെ ചോദിക്കും. നമ്മൾ വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ ഇതുണ്ടല്ലേ, ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചാണ് ഒന്നെങ്കിൽ ഫ്രണ്ടിലത്തെ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതേ വെച്ചിട്ടാണ്. എനിക്ക് 2 കൈ വേണം. ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വണ്ടി ഓടിക്കാൻ ഒറ്റ കൈ കൊണ്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് 2 കൈ ഉപയോഗിച്ചാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നതൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഏകദേശ രൂപം. ഇതാണ് നമ്മുടെ ഏകദേശ ഐഡിയ. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഏകദേശം കഴിഞ്ഞു കൂടുന്നത്. അപ്പം യൂറോപ്പിലോട്ട് വരാൻ നിൽക്കുന്നവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാഷണൽ പെർമിറ്റ് ലോറികളിലുള്ള ഏകദേശം സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ. കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം സെയിം ആണ്. നമ്മുടെ നാട്ടിൽ ഹൈദരാബാദ് അല്ലെങ്കിൽ സെക്കന്ദരാബാദ് അല്ലെങ്കിൽ ഡൽഹി അങ്ങനെയൊക്കെ പോകുന്നു. അതിന് പകരം ഇവിടെ ഓരോ രാജ്യങ്ങൾ പോകുന്നു. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗുണമാണോ എന്ന് ചോദിച്ചാൽ ഗുണമാണ്. ഈ ഒരു സാധനം ദോഷകരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോഷമുണ്ട്. ചില സമയത്തൊക്കെ പാർക്കിംഗ് കിട്ടാതെ വരുമ്പോൾ നമ്മൾ പെട്ടുപോകും. വയലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ്. ഈ ടാക്കോ മെഷീനെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് അത്ര രീതിയിൽ ചെയ്യാത്തത്. പിന്നെ ഇതൊക്കെ നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ചുകളാണ് കേട്ടോ. ഇത് നമ്മുടെ സൺറൂഫ്. ഇതാണ് നമ്മുടെ സൺറൂഫ് ഓപ്പൺ ചെയ്യുന്നുണ്ടല്ലേ, മേളിൽ തുറന്നു വന്നേക്കുന്നത്. നെറ്റിൻ്റെ ഇത് പൊടിയടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഇത് പിന്നെ ആംബിയൻസ് ലൈറ്റ് ആണ്. ഇത് കണ്ടില്ലേ, നീല ആംബിയൻസ് ലൈറ്റ്. ഇത് നമ്മൾ വെച്ചല്ല കേട്ടോ, കമ്പനി വെച്ച് വിടുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ലൈറ്റ്. പിന്നെ ഇത് റീഡിംഗ് ലാമ്പ് പോലത്തെ ഡ്രൈവർക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് അല്ലേ, ഡ്രൈവറുടെ അവിടെ മാത്രമേ ഉള്ളൂ, അപ്പുറം ഇല്ല. പിന്നെ ഇത് ഒരു പച്ച ലൈറ്റ് അതിനിടയ്ക്ക് വരും. പിന്നെ ഇത് മിററിൻ്റെ എന്തോ പടം കൊടുത്തിട്ട് ലൈറ്റ് ഉണ്ട്. അതെന്താ സംഭവം എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. മിററിൻ്റെ അവിടെ എന്തോ ലൈറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിക്കകത്ത് ലൈറ്റ്. പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട്. ഇത് നമ്മുടെ എയർ ഗണ്ണാണ്. എയർ ഗണ്ണ് മീൻസ് നമ്മൾ വണ്ടി പൊടിയൊക്കെ ആകുമ്പോൾ ഇതുണ്ടല്ലേ, ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ അടിച്ച് വണ്ടിക്കകത്ത് പൊടി കാര്യങ്ങളൊക്കെ കളയും. ഇതിനകത്ത് മാറ്റ് ഉണ്ടായിരുന്നതാണ്. ഞാൻ മാറ്റ് എടുത്ത് മാറ്റി ഇട്ടതാണ്. കാരണം മാറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പാടാണ്. ഇതുണ്ടല്ലേ എയർ ഗണ്ണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതെടുത്ത് മാറ്റി വെച്ചതാണ്. ഇത് ഓൾറെഡി ഇത് കമ്പനി കണക്ട് ചെയ്തിട്ടേക്കുന്നതാണ്, നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. സേഫ്റ്റി ജാക്കറ്റ് മീൻസ് നമ്മൾ വേർസ് എന്നാണ് അതിന് പറയുന്നത്. അത് നമ്മൾ ഈ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനികളിൽ പോകുന്ന ടൈമിലൊക്കെ അത് വേണം. അങ്ങനെയാണ് ഇതിൻ്റെ അകത്തെ ഏകദേശ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർ ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ കുറച്ച് ലാഭമാണ്. ഈ സാധനം നാട്ടിലും ഉണ്ട്, പക്ഷേ നാട്ടിൽ ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. ഇവിടുന്ന് മേടിച്ചതാണ്. അത്യാവശ്യം ഉപയോഗമുള്ള സാധനം കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് നീറ്റായിട്ടിരിക്കും. എനിക്കിങ്ങനെ വയർ ഒരുപാട് കിടക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഇതിൻ്റെ പ്രാന്ത് വരും. അപ്പോൾ അതുകൊണ്ട് അല്ല, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആട്ടോ. നിങ്ങൾക്ക് ഒരു ഐഡിയ, നിങ്ങൾക്ക് ഒരു ലുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഉണ്ടല്ലേ, ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ലുക്ക്. ഞാൻ ഇനി വീഡിയോസ് എടുക്കുമ്പോഴൊക്കെ ഇവിടെ വെച്ച് സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി നോക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ബെഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുകയും ഇതാക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അതിന് പറ്റാത്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിക്കകത്തെ ലുക്ക് കാര്യങ്ങളൊക്കെ.
നമുക്ക് ഫ്രണ്ട് കാണാൻ പറ്റുമെന്ന് പലരും ചോദിക്കുന്നതാണ്. എനിക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും മുമ്പേ കാണത്തില്ല. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മിററാണ് ഇത്. ഈ ഒരു സൈഡിലെ മിറർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇവിടെ ഫ്രണ്ടിൽ എന്താണ് കറക്റ്റ് ഉണ്ടല്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും നമ്മൾ ഇത് വെച്ചാണ്. പിന്നെ ഇതൊരു സെൻസറാണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിൽ, അതായത് ഈ സൈഡിൽ എന്തെങ്കിലും ബ്ലൈൻഡ് സ്പോട്ടിൽ വരുമ്പം ഇത് അലാറം അടിക്കും. ഇപ്പോൾ സപ്പോസ് നമ്മുടെ വണ്ടി ഇടത്തോട്ട് കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സൗണ്ട് കേൾക്കും, ഈ സൈഡിൽ സൗണ്ട് കേൾക്കും. അത് ഓണാക്കാനും ഓഫാക്കാനും സ്വിച്ച് ഉണ്ട്. ഇതുണ്ടല്ലോ, നമ്മൾ ലൈൻ മാറുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് അലാറം ഇൻഡിക്കേഷൻ വരാൻ വേണ്ടിയുള്ളതാണിത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബാക്കിൽ വണ്ടികൾ വരുന്നത് അടുത്തടുത്ത് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുമ്പം ഇത് അലാറം അടിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ വണ്ടിയുടെ, അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക്, വണ്ടിയുടെ സ്പീഡ് കുറയാനായിട്ടുള്ള അതിന് വേണ്ടിയുള്ള സെറ്റപ്പാണ് ഇത്. നമ്മുടെ വണ്ടി ലെവൽ ചെയ്യുന്നതാണ് ഇത്. സംഭവം എന്താണ് കറക്റ്റ് എനിക്ക് അറിയത്തില്ല കേട്ടോ, ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ വണ്ടിക്ക് ഹാഫ് ക്ലച്ച് എന്നാണ് പറയുന്നത്. നമ്മുടെ അളിയമ്പുള്ളിയെ നമുക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കൊരു പണി കിട്ടിയ വേറെ റൈറ്റ് ഉണ്ട്, അവിടെ കാണിച്ചു തരാം. ഈ സ്റ്റീരിയോയുടെ ഓക്കെ ബട്ടൺ എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ, ഇവിടെ ഇതിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും ഓക്കെ ബട്ടൺ. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വണ്ടി ഓഫ്, അപ്പോൾ അതുകൊണ്ടാണ് എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ഓക്കെ ബട്ടൺ തപ്പുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓക്കെ ബട്ടൺ എന്ന് പറയുന്ന ഒരു സംഭവമില്ല, നോക്കിയാൽ കാണാം. ഇത് ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഓക്കെ ബട്ടൺ. ഇത് ഞാൻ കുറേ തപ്പിട്ടൊന്നും കിട്ടിയില്ല. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സഞ്ജു എന്ന് പറയുന്ന ഒരു ചങ്കുണ്ട്, അവനാണിത് ഓക്കെ ബട്ടൺ പഠിപ്പിച്ചത്. ബാക്കിയുള്ള ഏകദേശം കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ നമ്മുടെ ആശാന കേട്ടോ. ആശാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ വണ്ടിക്കകത്ത കാര്യങ്ങളും അത് ഇതൊക്കെ പറഞ്ഞു തരാനായിട്ടും എല്ലാത്തിനും ആശാനാണ് ഒരുപാട്. അതുപോലെ ഇവിടെ റോട്ടിലെ കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞു. പിന്നെ നമ്മുടെ കാങ്കോ 24ൻ്റെ ഒരു ഗ്രൂപ്പ്, ഒരു ചെയിൻ തന്നെയുണ്ട്. അതിൽ ഒരുപാട് ചേട്ടായിമാരുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന. ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ചേട്ടായിമാരുണ്ട്. നമ്മുടെ സോണിച്ചായൻ, പിന്നെ ജയ്മോൻ ചേട്ടൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബി ചേട്ടൻ, പിന്നെ ജോബിൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ചേട്ടായിമാരുണ്ട്. പിന്നെ അജീഷ് ചേട്ടൻ, ഇതൊക്കെ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹെൽപ്പിംഗ് ആട്ടോ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ടെൻഷനും വേണ്ട. ഏതെങ്കിലും കമ്പനിയിൽ പോയിട്ട് അല്ലെങ്കിൽ പോർട്ടിൽ പോയിട്ട് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആശാനൊക്കെ ആണെന്ന് പറഞ്ഞാലും എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും അവൈലബിൾ ആണ്, എന്ത് ഹെൽപ്പിങ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ ഇത് നമ്മുടെ സൈഡിൽ സൺഷെയ്ഡ് പോലത്തെ ഒരു സംഭവമാണ്. ഇതല്ലേ നമുക്ക് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഇത് ജസ്റ്റ് ഇതിനാണിത് ടച്ചായിട്ട് നിൽക്കുന്നത്. നേരെ വെച്ച് കഴിഞ്ഞാൽ പൊങ്ങിപ്പോളും, അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ. ഇത് പിന്നെ നമ്മുടെ കർട്ടനാണ് കേട്ടോ. നമ്മൾ രാത്രി വണ്ടി നിർത്തുമ്പം അപ്പഴേ ഈ സാധനം കർട്ടൻ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്യും. രണ്ട് സൈഡിലും ഉണ്ട്, ആ സൈഡിലും ഈ സൈഡിലും ഉണ്ട്. ഇപ്പം ഞാൻ അടച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ എടുക്കാവുന്ന ഒരു ഇത് വന്നതുകൊണ്ട് ഞാൻ തുറന്നതാണ്, കാരണം ഇല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് ഭയങ്കര ഇരുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ബ്രേക്ക് കാര്യങ്ങൾ, ഗിയറൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇതാണ് ഗിയർ. പിന്നെ ഇവിടെ നമ്മുടെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളൊരു 20 കിലോമീറ്റർ മേളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി ആക്സിലേറ്റർ യൂസ് ചെയ്യാറില്ല, ക്രൂസ് കൺട്രോളുകളാണ് അതിൻ്റെ സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്വിച്ചുകളാണിത്. ഇത് സെറ്റ്. പിന്നെ നമുക്ക് 82 നമ്മുടെ മാക്സിമം സ്പീഡ് ലിമിറ്റ്. അതിവിടെ പ്ലസ്, ഇപ്പം നമ്മളിപ്പം ഒരു 30 കിലോമീറ്ററിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അത് 35, 50 അങ്ങനെ ആക്കാനായിട്ട് പ്ലസ് ആക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. സ്പീഡ് കുറയ്ക്കണമെന്നുണ്ട് ഈ മൈനസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊക്കോളും. പിന്നെ ഇത് നമ്മുടെ ഡാഷ്ബോർഡിലെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഡാഷ്ബോർഡും കൂടെ ഒന്ന് കാണിക്കാം. ഇത് നമ്മുടെ ഡാഷ്ബോർഡ്, നമ്മുടെ ഡീസൽ ടാങ്കിൻ്റെ, നമുക്ക് രണ്ട് ഡീസൽ ടാങ്ക് രണ്ടെണ്ണം ഉണ്ടെങ്കിലും ഇത് ഒറ്റെണ്ണം ഉള്ളൂ. അതായത് നമ്മുടെ മീറ്റർ ഒന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ആഡ് ബ്ലൂവിൻ്റെ ആണ് ഈ സൈഡിലെ നമ്മുടെ സ്പീഡോമീറ്റർ. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ RPM കാണിക്കുന്നത്, നമ്മുടെ വണ്ടി ഓടിയ കിലോമീറ്റർ. ഇതാണ് നമ്മുടെ ബോർഡ്. ഇത് ടാക്കോഗ്രാഫിൻ്റെ ഒരു ഇത് തന്നെയാണ് അതിലിപ്പം കാണിച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് നമുക്കിവിടെ പ്ലസും മൈനസും അപ്പ് ആൻഡ് ഡൗൺ കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതല്ലേ. നമ്മുടെ ആഡ് ബ്ലൂ ഇപ്പോൾ എത്ര ലിറ്റർ ഉണ്ട്, നമ്മൾ ഇനി എത്ര ലിറ്ററും കൂടെ ഓടും, ഇപ്പോൾ എത്ര ലിറ്റർ ഇനി നമുക്ക് ആ കിലോമീറ്റർ ഓടാൻ പറ്റുമെന്ന് കാണിക്കുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ഡീസൽ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുമെന്ന് കാണിക്കുന്നു. പിന്നെ ബാക്കിയുള്ള ഓരോരോ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ വണ്ടിയുടെ ഓരോ മോഡുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ആക്സിലിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്, നമ്മുടെ ഗിയറിൻ്റെ ഇത് കാണിക്കുന്നത് ഇവിടാണ്. ഈ സൈഡിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മേളിലത്തെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അതുപോലെ ഈ അപ്പ് ആൻഡ് ഡൗൺ ഞെക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ താഴോട്ട് പോകാനായിട്ട്, അതായത് ഓരോ ഇതിൻ്റെ അകത്തും പല പല ഓപ്ഷൻ ഉണ്ട്, അത് കാണാനായിട്ട്. ഇതല്ലേ നമ്മുടെ കൂളൻ്റ് എന്തായാലും ഉണ്ട്, കൂളൻ്റ് ലെവൽ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ ലെവലൊക്കെ എന്ത് വന്നാലും നമുക്ക് ഇൻഡിക്കേഷൻസ് വരും, അതനുസരിച്ച് നമുക്ക് പറയാം. വലിയ ടെൻഷൻ ഒന്നും വേണ്ട, നിങ്ങൾ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. കാരണം ഇതൊക്കെ വണ്ടിയിൽ എന്തെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ ഇതിൽ ഇൻഡിക്കേഷൻ വരും, അതിൻ്റെ ഫോട്ടോ എടുക്കുക, മാനേജർക്ക് അയക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം നമുക്ക് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഇത് നമുക്ക് ഇതുണ്ടല്ലേ, ഇതിങ്ങനെ പൊക്കാം താക്കാം എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യാം.
പിന്നെ അതുപോലെ ഇത് നമ്മുടെ സ്വിച്ചാണ് കേട്ടോ. ഇത് ഇവിടുത്തെ പുറകിൽ നമ്മുടെ കപ്ലിങ് അൺകപ്ലിങ് ചെയ്യുന്നിടത്ത് ലൈറ്റ് ഉണ്ട്, അതിൻ്റെ സ്വിച്ചാണ്. പിന്നെ ഇത് നമ്മുടെ ചാർജ് എടുക്കുന്ന സോട്ടിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ മിററിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ ഗ്ലാസ് ഓപ്പണർ, പിന്നെ അതുപോലെ തന്നെ ലോക്ക് ചെയ്യുന്നതിൻ്റെ അത്രയൊക്കെയാണ് ഇതിൻ്റെ. ഇത് പിന്നെ നമ്മുടെ ഹാൻഡ് ബാഗ് അറിയാലോ, വലിക്കുക പൊക്കെ മേളിലോട്ട് വിടുക. പിന്നെ ഇവിടെ 2 ഇതുണ്ട്, നമുക്ക് കാർഡുകൾ കാര്യങ്ങളൊക്കെ വെക്കാം. പക്ഷേ തൽക്കാലം ഞാൻ ഇപ്പോൾ ഇതിനകത്ത് എൻ്റെ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഹെഡ്സെറ്റിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നു, വേറെ സാധനങ്ങളൊന്നും വെക്കാൻ അല്ലാത്തതുണ്ട്. ഇത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ആട്ടോ. ഈ ഒരു ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് വരുന്നതാണിത്. ഇതൊക്കെയാണ്. ഇത്ര തന്നെ ഇപ്പോൾ ഏകദേശം 10-25 മിനിറ്റായി. ഒരു 15 മിനിറ്റിൽ ഒതുക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം. നമുക്ക് തെറ്റുകൾ തിരുത്തിയല്ലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാനും ഒരിക്കലും പെർഫെക്റ്റ് ഒരു ഡ്രൈവറാണെന്ന് പറയത്തില്ല, പക്ഷേ പെർഫെക്റ്റ് ആകാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോരോ പുതിയ കാര്യങ്ങളല്ല പഠിക്കുന്നത്. ഇന്ന് പഠിക്കുന്നതായിരിക്കത്തില്ല നാളെ, അങ്ങനെ ഓരോ ദിവസവും നമ്മൾ മാറി മാറി പഠിക്കും. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഒരു അടിപൊളി സ്ഥലം.